വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. അതായത് നമ്മുടെ സ്വന്തം പാവയ്ക്ക കൊണ്ടാട്ടം. നിങ്ങൾ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്ന റെസിപ്പി ആയിരുന്നു. അപ്പോൾ എൻ്റെ നല്ല ചൂടുകാലമായിട്ടുണ്ട്. ഇപ്പം പറ്റിയ സമയമാണ്. നാട്ടിൽ മഴക്കാലമാണ്, അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ എങ്കിൽ പോലും മഴക്കാലത്ത് നമുക്ക് ബേക്ക് ചെയ്തിട്ട്, അതായത് ഓവനിൽ വെച്ചിട്ടും ഇത് ഉണ്ടാക്കാം. അപ്പോൾ ചൂടുള്ള സമയത്തിന് ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ. അതേസമയം കുറേ നാളുകൾ ഇത് കേടാവാതിരിക്കുന്ന ഒരു സംഭവമാണ് കൊണ്ടാട്ടം എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ കാണാൻ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഒട്ടും താമസിച്ചാണ് നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള പാവയ്ക്ക കൊണ്ടാട്ടം തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈസി ആയ അതേസമയം ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക കൊണ്ടാട്ടം അല്ലെങ്കിൽ കൈപ്പയ്ക്ക കൊണ്ടാട്ടം തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ 4 പാവയ്ക്കാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വൈറ്റ് കളറിലുള്ള പാവയ്ക്ക എടുക്കാം, അല്ലെങ്കിൽ ഈ കളറിലുള്ള ഏത് പാവയ്ക്കാണെങ്കിലും ഉപയോഗിക്കാം. പിന്നെ ചിലവർ ഇതിൻ്റെ ഉള്ളിലത്തെ ദശയൊന്നും കളയാണ്ട്, അതേപോലെ കുരുവൊന്നും കളയാണ്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ കളയണമെന്ന് നിർബന്ധമില്ല. ഞാനും പക്ഷേ ഇതിനുള്ളിലത്തെ എല്ലാ ഭാഗങ്ങളും റിമൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ നന്നായിട്ട് പാവയ്ക്ക വാഷ് ചെയ്യണം. അതിനുശേഷം ഇതേപോലെ മുറിച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് തിന്നായിട്ട് മുറിക്കേണ്ട, അതേസമയം ഒരുപാട് തിക്കും ആക്കേണ്ട, ഒരു മീഡിയം തിക്നെസ് ആണ് വേണ്ടത്. കാരണം ഈ പാവയ്ക്ക നമ്മൾ ഉണക്കി കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് തിന്നായിട്ട് മാറും. അതുകൊണ്ട് ഓവർ തിന്നായിട്ട് അരിയാൻ പാടില്ല കേട്ടോ. ഈ ഒരു തിക്നെസ്സിലാണ് ഞാനിവിടെ മുറിച്ച് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഇത് സ്റ്റീം ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇത് ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒരു 2 or 3 minutes നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താലും മതിയാകും. അതായത് ജസ്റ്റ് ഇതൊന്ന് വാടണം എന്ന് മാത്രം. ഞാനിപ്പോൾ നമ്മുടെ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ടാണ് ഇത് സ്റ്റീം ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് ഉപ്പ് മാത്രം നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. ഉപ്പ് എന്തായാലും നമുക്ക് ഇനിയും വേണം, എന്നാലും ആദ്യം കുറച്ച് ഒന്ന് ഉപ്പിട്ട് കൊടുക്കാം. കൊണ്ടാട്ടം എന്ന് പറയുമ്പോൾ ഉപ്പ് വേണം കേട്ടോ. ഉപ്പില്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കൊണ്ടാട്ടം വേണമെന്നുണ്ടെങ്കിലും ഉണ്ടാക്കി വെക്കാവുന്നതേ ഉള്ളത്. കാരണം ഇത് കേടാവില്ല. 1-2 വർഷം ഇരുന്നാലും അത് കേടാവാത്ത ഐറ്റമാണ് കൊണ്ടാട്ടം എന്ന് പറയുന്നത്. ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ടോ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ സ്റ്റീം ചെയ്തിട്ടത് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ ഇതാ നമ്മുടെ കൈപ്പയ്ക്ക, അതായത് പാവയ്ക്ക ജസ്റ്റ് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് നേരം സ്റ്റീം ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആവുന്ന സമയത്ത് നമുക്കിതങ്ങ് എടുക്കാം. ഇതിന്റെ ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും തൈരും ചേർത്ത് മിക്സ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ചിലരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുളക് പൊടി ഒന്നും ഉപയോഗിക്കില്ല, വെറുതെ ഉപ്പ് മാത്രം, ഉപ്പും കുറച്ച് പച്ചമുളക് നന്നായിട്ട് തിരുമ്പിയതിന് ശേഷം ഉണക്കിയെടുക്കും. അതേസമയം എൻ്റെ അമ്മയൊക്കെ ചെയ്യുമ്പോൾ മുളക് പൊടി ചേർക്കാറുണ്ട്, അതേപോലെ തന്നെ തൈരും ചേർക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തൈര് താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കാം. വെറുതെ ഉപ്പിട്ടിട്ട് മാത്രം കൊണ്ടാട്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. പക്ഷെ ഞാനിവിടെ മുളക് പൊടിയും തൈരും ചേർക്കുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് വേറൊരു ബൗൾ എടുക്കുക. ആ ബൗളിലോട്ട് നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയുടെ അളവൊക്കെ ഡിപ്പെൻസ് കേട്ടോ, കാരണം എത്ര എരിവ് വേണമെന്നൊക്കെ. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി നമ്മൾ ഹോം മെയ്ഡ് ആണ് കേട്ടോ. എത്ര പേര് കണ്ടു വീട്ടിൽ എങ്ങനെയാണ് മഞ്ഞൾ ഉണക്കി പൊടിക്കാന്നുള്ള വീഡിയോ? കാണാത്തവർ കാണാൻ മറക്കരുത് കേട്ടോ. ലിങ്ക് ഞാൻ താഴെ തരാമേ. അതുപോലെ തന്നെ ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ്. ഉപ്പ് ഇച്ചിരി അധികം ഇടണം, അതായത് കൊണ്ടാട്ടം ആയതുകൊണ്ട് ഉപ്പില്ലെങ്കിൽ നന്നായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ആദ്യം ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തൈരാണ്. ഒരു 4 ടേബിൾ സ്പൂൺ തൈര് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിന്റെ ടേസ്റ്റ് നോക്കാൻ മറക്കരുത്. പണ്ടൊക്കെ ഈ കൊണ്ടാട്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടം ഉണ്ടായിരുന്നില്ല. അമ്മയൊക്കെ ഉണ്ടാക്കി തരുമ്പോൾ സത്യം പറഞ്ഞാൽ കഴിക്കാറേ ഉണ്ടായിരുന്നില്ല. പിന്നെ വലുതായപ്പോഴാണ് നമുക്ക് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും നമ്മൾ കഴിക്കാൻ തുടങ്ങിയത്. പണ്ട് കൂർക്ക എനിക്ക് ഇഷ്ടമേ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം ഏറ്റവും ഇഷ്ടമുള്ള എന്താ പറയാ റൂട്ട് വെജിറ്റബിൾസിൽ ഒന്നാണ് കൂർക്ക. അപ്പൊ അമ്മ എന്നോട് പറയും ഇതൊക്കെ കഴിക്കണം, എല്ലാം കഴിച്ച് വളരണം എന്നൊക്കെ പറഞ്ഞ് എന്നും ചീത്ത കേൾക്കുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷെ ഇപ്പോൾ അതെല്ലാം മിസ് ചെയ്യുന്നു ഞാൻ. ഓക്കെ, ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരല്പം വെളിച്ചെണ്ണ. മിക്സ് ചെയ്യുക. ഞാനിതിന്റെ രുചിയൊന്ന് നോക്കട്ടെ. ഉണ്ട്, ഒരു ആവശ്യത്തിനുണ്ട്. അപ്പം നിങ്ങൾക്ക് കൂടുതൽ പാവയ്ക്ക കൊണ്ടാട്ടം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഇതിൻ്റെ അളവൊക്കെ മാറ്റം വരുത്തണം കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് പാവയ്ക്കയുടെ കഷ്ണങ്ങൾ ഇട്ടതിന് ശേഷം നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ പതുക്കെ സൂക്ഷിച്ച് മിക്സ് ചെയ്യുക, ഇതിങ്ങനെ ഉടഞ്ഞു പോകരുത്. അപ്പം ഞാനിവിടെ മാക്സിമം നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൂക്ഷിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് നമ്മുടെ പാവയ്ക്ക സ്റ്റീം ചെയ്തെടുത്തത്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം കറക്റ്റ് ആയിരുന്നു. രണ്ടാമത്തെ പ്രാവശ്യം കുറച്ചും കൂടെ സ്റ്റീം ചെയ്ത് ടൈം കൂടിപ്പോയി കാരണം കൂടുതൽ സ്റ്റീം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാക്സിമം 3 മിനിറ്റ് സ്റ്റീം ചെയ്താൽ മതി, ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം കേട്ടോ. അതായത് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആവുക, അത്ര മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതല്ലെങ്കിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ പൊട്ടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. എന്നാലും
നമ്മൾ ചെയ്യുമ്പോൾ അത് നീറ്റായിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പീസസ് നമുക്ക് ഒന്നില്ലെങ്കിൽ മുറത്തിലോ അതല്ലെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റിലോ, ഇതിപ്പോൾ ഞാനിവിടെ ബേക്കിംഗ് ട്രേയിലാണ് വെക്കാൻ പോകുന്നത്. ബേക്കിംഗ് ട്രേയിൽ ഞാനൊരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഇങ്ങനെ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഉണങ്ങുമ്പോൾ ഇത് തീരെ ചെറുതായിട്ട് മാറും. ഒന്നിൻ്റെ മുകളിലൊന്ന് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിതുപോലെ നിരത്തി വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഒരു നൈസായിട്ടുള്ള തുണി ഒന്ന് വിരിച്ചു കൊടുക്കണം. തുണിയുടെ മുകളിൽ ഇതാവാൻ പാടില്ല. അപ്പോൾ അത് സൂക്ഷിച്ച് വിരിക്കുക. ഒരു ഷോളോ എന്തായാലും മതി, അല്ലെങ്കിൽ ഒരു നല്ല തോർത്തുമുണ്ടാണെങ്കിൽ തോർത്തായാലും കുഴപ്പമില്ല. എല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ അഴുക്കൊക്കെ ഇതിൻ്റെ മുകളിൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളൊരു തുണി ഇതിൻ്റെ മേലെ ഒന്ന് വിരിക്കാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ 2-3 പാത്രത്തിലായിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പം ഞാൻ എല്ലാതും ഇതുപോലെ നിരത്തി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഒരു തുണി കവർ ചെയ്യുക. അതിനുശേഷം നന്നായിട്ട് ഉണക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കൈപ്പയ്ക്ക അല്ലെങ്കിൽ പാവയ്ക്ക നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടുള്ള സമയമാണെങ്കിൽ ഒരു 3-4 ദിവസം കൊണ്ട് തന്നെ നല്ല ഇതുപോലെ തന്നെ വായിക്കോളും. അല്ലെങ്കിൽ ചൂടനുസരിച്ച് ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഭയങ്കര മഴക്കാലമാണ്, തണുപ്പ് കാലമാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ബേക്ക് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ക്രിസ്പിയായി കിട്ടിക്കോളും. ഇത് റെഡി ചെയ്തതിന് ശേഷം നമ്മൾ ഒരു അടച്ചുറപ്പുള്ള ഒരു പാത്രത്തിൽ, ഞാനിപ്പോൾ ഇതേപോലത്തുള്ള ഒരു ബോക്സിലിട്ടിട്ടാണ് വെക്കുന്നത്. ആവശ്യത്തിനനുസരിച്ച് എടുത്തിട്ട് അങ്ങ് ഫ്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നത് നോക്കാം കേട്ടോ. നമുക്കൊരു ചെറിയൊരു ചീനച്ചട്ടിയോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്ത് പാത്രമാണോ ആ പാത്രം എടുക്കുക. അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ നമ്മളിത് നാടൻ രീതിയിലല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് വെളിച്ചെണ്ണയിലാണ് ഞാൻ ഫ്രൈ ചെയ്യുന്നത്. അതേസമയം ഓയിലിൽ വേണമെങ്കിൽ ഫ്രൈ ചെയ്യാം കേട്ടോ, വിരോധമൊന്നുമില്ല. പിന്നെ നമ്മളിത് ഒരുപാട് മുങ്ങി കിടക്കുന്ന രീതിയിൽ വെളിച്ചെണ്ണയുടെ ആവശ്യമൊന്നുമില്ല. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതിയാകും. വെളിച്ചെണ്ണ ഒന്ന് മെൽറ്റ് ആവട്ടെ. വെളിച്ചെണ്ണ മീഡിയം ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് പാവയ്ക്ക ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. കൂടുതൽ എണ്ണ ഉണ്ടെങ്കിൽ പെട്ടെന്ന് റെഡി ആയി കിട്ടും. ഞാൻ പിന്നെ ഒരുപാട് എണ്ണ വേസ്റ്റ് ചെയ്യണ്ടെന്ന് വെച്ചിട്ടാണ് ഷെയ്ഡ് മാറുന്ന വരെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് വറുത്തിട്ട് നമുക്ക് ചൂടാറിയതിന് ശേഷം ഒരു കുപ്പിയിലിട്ട് വെക്കാം. അപ്പോൾ പിന്നെ എപ്പോഴെപ്പോഴും മറക്കാൻ നിൽക്കണ്ട. തൈരും ചോറും ഇതും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കോമ്പിനേഷൻ. ഇതിൽ ചെറിയൊരു എരിവുണ്ടല്ലോ. ഒരുപാട് കരിക്കാൻ നിൽക്കരുത്. ഒരുപാട് ഫ്രൈ ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും വെച്ചാൽ കയ്പ്പ് രസം വരെ, അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു കളർ ചേഞ്ച് ആവുന്ന സമയത്ത് നമുക്കിതങ്ങ് കോരി മാറ്റി ഒരു കിച്ചൺ ടിഷ്യൂലോട്ടോ അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മുടെ അരിപ്പയിലോട്ടോ മാറ്റാം. ചൂടാറി കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിന്റെ ക്രിസ്പിനെസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങളിത് സ്ഥിരം ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ എല്ലാം തന്നെ ഒരുമിച്ച് വറുത്തിട്ട് അങ്ങ് എടുത്തു വെക്കാം. അല്ലെങ്കിൽ ആവശ്യത്തിന് മാത്രം വറുത്താലും മതിയാവും കേട്ടോ. അപ്പൊ ഇത്രയുള്ള പരിപാടി നമ്മളെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള പാവയ്ക്ക വറുത്തത് റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഫോട്ടോ ഒക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അടുക്കളയിൽ വെച്ചിട്ട് വീഡിയോ എടുത്തപ്പോൾ എനിക്ക് ഇത് കുറച്ച് കറുപ്പ് കളർ കൂടുതലുള്ള പോലെ തോന്നി. പക്ഷെ അത്ര കറുപ്പ് കളർ ആവാൻ പാടില്ല കേട്ടോ, എന്ന് വെച്ചാൽ കരിഞ്ഞു പോയേ. അതുകൊണ്ട് ഈ ഒരു കളർ ആവുന്ന സമയത്താണ് നമുക്ക് എടുക്കേണ്ടത്. ഇവിടെ വന്നപ്പോഴാണ് കറക്റ്റ് കളർ മനസ്സിലാവുന്നത്. അപ്പോൾ ഞാൻ ചോറും തൈരും കൊണ്ടാട്ടം കൂടി കഴിക്കാൻ പോകുന്നത്. സൂപ്പറാണ്. ഇതുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ടെന്ന് പറയില്ല, അതുപോലത്തെ ടേസ്റ്റാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. മാക്സിമം ഷെയർ ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.